ഓക്കെ, ഓണായി. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഓൺലൈൻ വർക്ക്ഷോപ്പ് വിശുദ്ധ ഖുർആനിലെ വനിതകൾ എന്നതിൻ്റെ ലാസ്റ്റ് സെഷനിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്വഹാബി വനിതകൾ വിശുദ്ധ ഖുർആനിൽ എന്നുള്ളതാണ്. നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഡോക്ടർ സൈഫുദ്ദീൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ വനിതകൾ, അവരുടെ സ്ഥാനം, അവരുടെ പദവി, അവരുടെ ഏജൻസി എന്ന് തുടങ്ങിയ വിവിധ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വർക്ക്ഷോപ്പിലായിരുന്നു നമ്മൾ ഇത്രയും കാലം. പരിശുദ്ധ ഖുർആൻ സ്ത്രീകളെ പരാമർശിക്കുന്നത് എന്തെങ്കിലും ഒരു ഔദാര്യത്തിന്റെ പേരിലല്ല. അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാനായിരുന്നു പരിശുദ്ധ ഖുർആൻ ഒട്ടുമിക്ക ഭാഗങ്ങളിലും സ്ത്രീകളെ പരാമർശിച്ചിരുന്നത് തന്നെ. അത് ആദ്യ മാതാവ് ഹവ്വ, അവരെ കുറിച്ച് സംസാരിച്ച എല്ലാ ഭാഗങ്ങളിലും വിശുദ്ധ ഖുർആൻ ആദം ഹവ്വ ദമ്പതികളെ കുറിച്ച് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ വരുത്തിയ തെറ്റുകൾ തിരുത്തുവാനും ആദിപാപം എന്ന് പറയുന്ന പാപമായ ഒരു വലിയ ആരോപണത്തെ തിരുത്തിക്കൊണ്ട് അതിൽ അവർ മാത്രമല്ല രണ്ടുപേരും ഒരുപോലെ പങ്കുകാരാണെന്നും അതിൻ്റെ കൂടെ രണ്ടുപേരും ഒരുപോലെ തന്നെ അതിൽ നിന്ന് മോചിതരാണെന്നും പശ്ചാത്താപം ചെയ്ത് മോചിതരാണെന്നും പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ലോക ചരിത്രത്തിലെ ആദ്യ സ്ത്രീയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രയായി പ്രഖ്യാപിക്കുന്നു. അവരുടെ ഏജൻസി അള്ളാഹു അംഗീകരിക്കുന്നു, അവരുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കുന്നു, അവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അവരെ എല്ലാവരെയും പോലെ ആരുടെയും പാപം പേറേണ്ടവളല്ല എന്ന് പറയുന്ന ഒരാശയം പഠിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സ്ത്രീയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സകലവിധ ആരോപണങ്ങളിൽ നിന്നും വിശുദ്ധയാക്കി മാറ്റുന്നു. ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ സംഭവിച്ച ഒരു രണ്ടുപേരും ഇണയും തുണയും ആദം നബിയും ഹവ്വായും തമ്മിൽ സംഭവിച്ച ആ സംഭവത്തെ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരനാണെന്നും രണ്ടുപേരും ഒരുപോലെ പശ്ചാത്തപിച്ചത് കൊണ്ട് തന്നെ അതിൽ നിന്ന് മോചിതരാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നീട് നമ്മൾ പരാമർശിച്ച വനിതകൾ, അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാവട്ടെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാവട്ടെ, സൂറ തഹ്രീമിൽ പറഞ്ഞതുപോലെ അവരുടെ പേഴ്സണൽ ചോയ്സിനെ, അവരുടെ വ്യക്തിഗതമായ തെരഞ്ഞെടുപ്പിനെ അള്ളാഹു ചർച്ച ചെയ്യുകയും അത് തിന്മയ്ക്ക് കാരണമായി എന്ന് വിശദമാക്കുകയും ലോക ഇസ്ലാമിന്റെ അല്ലെങ്കിൽ തെറ്റിനെ ന്യായീകരിക്കുന്നവർക്കുള്ള ഒരു ഉദാഹരണമായി രണ്ടുപേരെയും ചിത്രീകരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും ജീവിതത്തിലുള്ള സ്ത്രീകളെയും അതുപോലെ തന്നെ ബിൽഖീസിനെ കുറിച്ചും മറിയം ബീവിനെ കുറിച്ചും അങ്ങനെ വിവിധ മഹതികളായ വനിതകളെയൊക്കെ നമ്മൾ സംസാരിച്ചു. അവസാനമായി നമ്മൾ സംസാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ കുറിച്ചും ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ചും അവരുടെ അള്ളാഹു ഖുർആനിൽ നൽകിയ സ്ഥാനത്തെക്കുറിച്ചും ലോക മുസ്ലിം സമൂഹത്തിൽ യോമൽ ഖിയാമ വരെ, അന്ത്യദിനം വരെ അവർക്ക് ലഭിക്കേണ്ട പദവികളെ കുറിച്ചും അവരുടെ ആവലാദികൾ കേട്ടുകൊണ്ട് മറുപടി പറയുന്ന അള്ളാഹുവിന്റെ ഒരു ചിത്രീകരണം പോലും പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സഹാബി വനിതകൾ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പോലും സ്വഹാബി വനിതകളാണ്. നമ്മൾ അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന നിലയിൽ, അഹ്ലു ബൈത്ത് എന്ന നിലയിൽ നമ്മൾ അവരെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ, സുഹൃത്തുക്കളായ, അനുയായികളായ ആൾക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന വനിതകൾ എന്ന രീതിയിലല്ല പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്.
ആണും പെണ്ണും ഒരുപോലെ ഉത്തരവാദിത്തങ്ങൾ പേരേണ്ടവർ എന്ന രീതിയിലാണ് പരാമർശിക്കുന്നത്. അതായത് ഒരു ആണിന്റെ കൂടെയുള്ള പെണ്ണ് എന്ന രീതിയിലുള്ള ഒരു സബ്സർവിയന്റ് ആയ കൂടെയുള്ളവർ എന്ന രീതിയിലല്ല. പരിശുദ്ധ ഖുർആനിൽ ആണിന്റെ ഒപ്പം പെണ്ണിനെയും പരാമർശിച്ചുകൊണ്ടാണ് ആണിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതുപോലെ തന്നെ ദീനിൽ പെണ്ണിനുമുണ്ട് എന്നും അവരുടേതായ പരിതസ്ഥിതികൾ വ്യത്യസ്തപ്പെടാം എന്നും പഠിപ്പിച്ചുകൊണ്ട് രണ്ടുപേരുടെയും സ്ഥാനത്തെയും അള്ളാഹു ഒരുപോലെ വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ ആദ്യകാല മുസ്ലിം സമൂഹം എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന മഹത് വനിതകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ടത്ര രീതിയിൽ ആദരിക്കുകയും പരിഗണിക്കുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്നതും നമുക്ക് കാണാം. അതുകൊണ്ടാണ് ആ വളരെ ദുരവസ്ഥ നിറഞ്ഞിരുന്ന സാഹചര്യത്തിൽ, സങ്കീർണമായ സാഹചര്യത്തിൽ, സംഘർഷഭരിതമായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടെ നിൽക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരായുകയും അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയും അതിന് മറുപടിയായി ആയത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വാക്ക് അവതരിക്കുകയും ആ വാക്കുകൾ യൗമൽ ഖിയാമ അന്ത്യദിനം വരെയും ബാക്കിയാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടാക്കിയത് ഈ മഹത് വനിതകളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ലെജിസ്ലേഷൻ, നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ലീഗലായ കാര്യങ്ങളോ സാമൂഹിക രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം സ്വഹാബി വനിതകൾക്ക് അതിമഹത്തരമായ സ്ഥാനമാണുള്ളത് എന്നതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സ്വഹാബി വനിതകളെ കുറിച്ചുള്ള പരാമർശങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ മാറ്റിവെച്ചാൽ ധാരാളം സ്ത്രീകൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഖുർആൻ ആയത്തുകൾ അവതരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതല്ലാതെ തന്നെ മുഴുവനായും, അതായത് വിശ്വാസി വനിതകളെ, സഹാബി വനിതകളെ ഒന്നിച്ച് പരാമർശിച്ചുകൊണ്ട് പല ഭാഗത്തും എല്ലായിടത്തും പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാൽ അത് ആണും പെണ്ണും അടങ്ങുന്ന വിശ്വാസ സമൂഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അൽ മുസ്ലിമൂൻ എന്നോ അൽ മുഅ്മിനൂൻ എന്നോ എന്ന് വിശദീകരിക്കുന്നിടത്തെല്ലാം ആണും പെണ്ണും അടങ്ങുന്ന ഭാഗമാണ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളെ കേന്ദ്രീകരിച്ച് ആയത്തിറങ്ങിയ അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ആണുങ്ങളെ മാത്രമല്ല, അത് പെണ്ണിനെയും കൂടി സ്വഹാബി, അന്നത്തെ ആദ്യത്തെ ഓഡിയൻസ് എന്ന നിലയിൽ സ്വഹാബി വനിതകളും കൂടി അതിൽ ഉൾപ്പെടുന്നതാണ്. അതല്ലാതെ ഈ പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അത് ഏതൊക്കെയാണെന്നുള്ള ഒരു അന്വേഷണമാണ്. അതിന്റെ കൂടെ എല്ലാ ആയത്തുകളെയും കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. ഈ ആയത്തുകൾ എന്തുകൊണ്ട് പരാമർശിക്കപ്പെട്ടു, അതിലൂടെ ഈ സഹാബി വനിതകൾക്ക് എങ്ങനെയാണ് സ്ഥാനം ലഭിച്ചത് എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ സംഗ്രഹമായി സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം സൂറ മുജാദല പോലുള്ള സൂറത്തുകളിൽ ഖൗല ബിൻത് സഅലബിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അതിൽ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആവലാദികളെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാനം എന്നേക്കുമായി ഒരു ഉയർത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ആ ഒരു വിഷയത്തിൽ നമുക്കറിയാം, ആദ്യത്തെ ആയത്തുകളിൽ പോലും അന്നത്തെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന വിവാഹ മേഖലയിൽ ഉണ്ടായിരുന്ന പലതരം ജാഹിലി കൺസെപ്റ്റുകളെ അന്നും ഈ തർബിയത്ത് വേണ്ടത്ര ലഭിക്കാത്തത് കൊണ്ട് നിലനിന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെ തിരുത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് സൂറ മുജാദലയിലെ 1 മുതൽ 4 വരെയുള്ള ആയത്ത്. ഖദ് സമിഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവറുകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിങ്കലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്കുകൾ അള്ളാഹുദാ കേട്ടിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ 2 പേർ സംഭാഷണം നടത്തുന്നത് അള്ളാഹു കേൾക്കുന്നുമുണ്ടായിരുന്നു. നിശ്ചയമായും അള്ളാഹു കേൾക്കുന്നവനാണ്, കാണുന്നവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വർത്തമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് അന്ന് ഈ ഒരാൾ തന്റെ ഭാര്യയെ ത്വലാഖ് ചെയ്യണമെന്ന് തോന്നുന്നുവെങ്കിൽ
തന്റെ ഭാര്യയോട് നീ എന്റെ ഉമ്മയെ പോലെയാണ്, എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് വെച്ചാൽ ഉമ്മയോട് താരതമ്യം ചെയ്ത് പറയുന്നത് അത് വിഹാർ എന്ന രീതിയിലാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. അതിൽ അള്ളാഹുവിനോട് ആവലാതിപ്പെട്ട സ്ത്രീ എന്ന നിലയിലാണ് ഇവിടെ നമുക്ക് ഹൗല ബിന്ത് സാലബ് റളിയല്ലാഹു അൻഹയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉമ്മു കുൽസും ബിന്ത് ഉഖബ, ഒരു സൂറ മുംതഹനയിലെ 60-ാമത്തെ സൂറത്താണല്ലോ സൂറ മുംതഹിന. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10-ാമത്തെ ആയത്തിൽ അവരുടെ വളരെ വിശദമായി തന്നെ ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. അതായത് ഹുദൈബിയ സന്ധിയുടെ ഒരു പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരാർ ഏർപ്പെട്ടപ്പോൾ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്കും പോവാൻ പാടില്ല, മദീനയിൽ നിന്ന് ആരും മക്കയിലേക്ക് മടങ്ങി പോവാനും പാടില്ല. പോവുകയാണെങ്കിൽ അവർ പിടിച്ചു വെക്കപ്പെടും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണെങ്കിൽ അവരെ തിരിച്ചയക്കണം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ഇടയിൽപ്പെട്ട പോയതാണ്. അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ സ്ത്രീയെ തിരിച്ചയക്കണമെന്ന് മക്കക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം നൽകിയില്ല. കാരണം നമുക്കറിയാം ആ കാരണത്തിന്റെ ആ ഒരു നിയമത്തിൽ ആ എഗ്രിമെന്റ് എഴുതി വെച്ച് റജുലുൻ എന്നുള്ള പദമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂക്ഷ്മമായി തന്നെ അത് കൈകാര്യം ചെയ്തു. റജുലൻ എന്ന് വെച്ചാൽ പുരുഷനെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആ കൂട്ടത്തിൽ പെടുന്നില്ല എന്ന് ന്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ശക്തമായി സമർത്ഥിക്കുകയും അതിന് രക്ഷപ്പെടുകയും ചെയ്ത ഈ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ രക്ഷപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ മുംതഹിനയിലെ ആ പരീക്ഷിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുന്ന ഇവരിലേക്ക് തന്നെ കണക്ട് ചെയ്യപ്പെടുന്ന പേര് പോലും എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തുൻ ഫംതഹിനൂഹുന്ന. അവരെ പരീക്ഷിക്കാനൊക്കെ പറയുന്നത്, അതായത് അവരെ വേണ്ടത്ര ഈമാൻ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു വിഷയം ഈ സൂറത്തിൽ ഈ ആയത്തിലാണുള്ളത്. അപ്പൊ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ മുംതഹിനയെ കൈകാര്യം ചെയ്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹൗല ബിന്ത് ഹാക്കിം, ഇവരും ചില പണ്ഡിതന്മാർ ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന ഭാഗത്ത് ഇവരുടെ അനുഭവമാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ നിസായിലെ 128-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഫസ്സിറുകൾ ഇവരിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല എങ്കിലും പൊതുവായി തന്നെ നമുക്ക് ആയത്തുകളെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇവിടെ പരാമർശിക്കുന്നത് തഫ്സീറുകളിൽ ഈ സ്ത്രീകൾ പരാമർശിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഒരു സ്ഥാനം ചർച്ച ചെയ്യപ്പെട്ടു എന്നതുകൊണ്ടാണ്. അതായത് സൂറ നിസായിലെ 128-ാമത്തെ ആയത്തിൽ വനിംറഅത്തുൻ ഖാഫത്ത് മിൻ ബഅലിഹാ നുജൂസൻ ഔ ഇഅറാദൻ ഫലാ ജുനാഹ അലൈഹിമാ യുസ്ലിഹ ബൈനഹുമാ സുൽഹ. അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കാര്യത്തിൽ സുൽഹ് വെക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചർച്ചയാണ്. അവിടെ ഈ ഒരു വിഷയത്തിലാണ് ഹൗല റളിയല്ലാഹു അൻഹ അവിടെ പരാമർശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ജമീല ബിന്തു സലൂൽ എന്ന് പറയപ്പെടുന്ന ഒരു സ്വഹാബി വനിതയെ കുറിച്ചും അവരുടെ ഹുല്ലുമായി ബന്ധപ്പെട്ട സ്വന്തം ഇണയിൽ നിന്ന് ഹുല്ല് നേടിയെടുക്കുവാൻ ശ്രമിച്ച അവരുടെ ഒരു വർത്തമാനം സൂറ ബഖറയിലെ 129-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നതായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവിടെ 129-ാമത്തെ ആയത്തിൽ നമുക്കറിയാം അത്തലാഖു മർറത്താൻ ഫംസാക്കും ബിമഅറൂഫിൻ ഔ തൗസ്രീഹും ബിഇഹ്സാൻ വലാ യഹില്ലു ലക്കും അൻ തഖുദൂ മിന്നാ എന്ന് പറയുന്ന ആയത്തിൽ അവിടെ ഹുലുവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ടെന്നും അത് ഈ ജമീല ബിന്ത് സലൂലുമായി ബന്ധപ്പെട്ടതാണെന്നും പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു സ്വഹാബി വനിതയാണ് ഫാത്തിമ ബിന്ത് ഖൈസ്. അവരുടെ ഖുർആനിൽ തന്നെ വിവിധ ഭാഗങ്ങളിലെ ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയും ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹയുടെ ചർച്ചകളുണ്ട്. അതുപോലെ തന്നെ അസ്മാ ബിന്ത് മഖ്സബ് അവർ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൽ ഈ സോഷ്യലി സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്നും മോഡസ്റ്റിയും പ്രൈവസിയും ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരുടെ ഒരു പേര് അവിടെ കടന്നു വരുന്നതായി മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഉമ്മു വറഖ ബിന്ത് അബ്ദുല്ല, ഇവരുടെയും കാര്യത്തിൽ ഇതേപോലെ തന്നെ വിശ്വാസി ആണുങ്ങൾ മാത്രം വലിയ ഭക്തിയുടെ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചതിൽ ഒരു സ്ത്രീ ഇവരാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇവരുടെ ഒരു പേര് മാത്രമാണ് ഇവരെ പരാമർശിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ഖുർആനിൽ ഇവരുടെ ഒരു കാര്യം പറയുന്നു. നമ്മുടെ സ്വഹാബിയത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
സ്വഹാബി വനിതകളെ കുറിച്ചിട്ടാണ്. അവരുടെ അവകാശങ്ങളെ അള്ളാഹു വെറുതെ പ്രൊട്ടക്ട് ചെയ്യുക മാത്രമല്ല ചെയ്തത്, അവരുടെ ശബ്ദങ്ങളെ, അവരുടെ തീരുമാനങ്ങളെ, അവരുടെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അവരുടെ കരാറുകളെ, പ്രതിജ്ഞകളെ, അവരുടെ വിശ്വാസത്തെ, അവരെന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടിയായി പറഞ്ഞുകൊണ്ടും, അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അവരുടെ ആവലാതികളെയും വേദനകളെയും അവരുടെ ശങ്കകളെയും ദൂരീകരിക്കുവാൻ വേണ്ടി അള്ളാഹു ആയത്തിറക്കുന്നതായി നമുക്ക് ഖുറാനിൽ കാണാം. അത് ഖുറാൻ പൊതുവായിട്ട് ഈ തരത്തിലാണ്. എങ്ങനെയൊക്കെയാണ് ഖുറാൻ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഒന്നാമത്, ഒരു ഇൻഡിപെൻഡന്റ് ബിലീവർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാപ്പയുടെ മകളായി, ഭർത്താവിന്റെ ഭാര്യയായി, ആങ്ങളയുടെ പെങ്ങളായി, ആ ഒരു തരത്തിലുള്ള ഒരു മകന്റെയോ മകളുടെ ഉമ്മയായി എന്ന് പറയുന്ന ഒരു പൊസിഷനേക്കാളും അപ്പുറം വിശ്വാസിയായ മഹദിയെ അല്ലെങ്കിൽ സ്വഹാബി വനിതയെ പരിശുദ്ധ ഖുർആൻ ഇൻഡിപെൻഡന്റ് ആയി സ്വതന്ത്രമായ വിശ്വാസികളായിട്ടാണ് തന്നെ ചിത്രീകരിക്കുന്നത്. അവർ എല്ലാ തരത്തിലുള്ള അദബ് പാലിക്കുന്ന, അദബിന് പാലിക്കാൻ വിധിക്കപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ വിധിക്കുന്നു. നീതി തേടി വരുന്നവർ എന്ന രീതിയിൽ അങ്ങനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഖുർആനിൽ ആണിനും പെണ്ണിനും ഒരുപോലെ അള്ളാഹു വിധി നിർണയിച്ചിട്ടുണ്ടല്ലോ, അതിൽ പങ്കുകാർ എന്ന നിലയിലും അവരെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടും തൊലാഖുമായി ബന്ധപ്പെട്ടും ഹുലുമായി ബന്ധപ്പെട്ടും ഹജ്ജ്, ഇങ്ങനെ പലവിധ വിഷയങ്ങളിലും ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളായ എല്ലാ കാര്യത്തിലും പെണ്ണിനെയും പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ടല്ലോ. അങ്ങനെ നിയമപരമായ മതകീയ എല്ലാ തരത്തിലുമുള്ള വ്യവഹാരങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പങ്കിനെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അവരുടെ സ്ഥാനത്തെ, അവരുടെ ഒരു ദൈവികമായ ഒരു ഈമാൻ ഉൾക്കൊണ്ടവർ, അതുപോലെ തന്നെ തഖ്വ ഉൾക്കൊണ്ടവർ എന്ന് പറയുന്ന രീതിയിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായി പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് അള്ളാഹു ഇവരുടെ ഒരു സ്റ്റാറ്റസും പൊസിഷനും അംഗീകരിക്കുന്നത്? ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രൈസ് ചെയ്യുന്നത്, അവരെ അനുമോദിക്കുന്നത് അവരുടെ ഏതെങ്കിലും ഒരു ലീനേജ്, ഒരു പാരമ്പര്യം കൊണ്ടോ അവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ അല്ല. പകരം അവരുടെ വിശ്വാസം കൊണ്ടും അവരുടെ സമർപ്പണ ബോധം കൊണ്ടും വിദ്യാ അന്വേഷണത്തിനുള്ള ബോധം കൊണ്ടും ഹിജറ നടത്തിയതിന്റെ പേരിലും, അള്ളാഹുന്റെ മാർഗത്തിൽ ഹിജറ നടത്തിയതിന്റെ പേരിലും, സ്വബർ പാലിച്ചതിന്റെ പേരിലും, സ്വതക്ക അതായത് തസ്ദീഖുൽ ഈമാൻ എന്ന പേരിൽ ഈമാൻ നിത്യജീവിതത്തിൽ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിന്റെ പേരിലും, തഖ്വ പുലർത്തിയതിന്റെ പേരിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അംഗീകരിക്കുകയും അവരെ വാഴ്ത്തുകയും ചെയ്തത്. അത്രത്തോളം ഒരു ആണിനെ പോലെ തന്നെ പെണ്ണിനെയും, അല്ലെങ്കിൽ പെണ്ണിനെ പോലെ തന്നെ ആണിനെയും എന്ന് പറയുന്നത് സമാസമം ഈ കാര്യത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ അവരെ പരിഗണിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് കാണാം. അവരുടെ ചോദ്യങ്ങൾക്ക്, അവർ നേരിട്ട സംഘർഷങ്ങൾക്ക്, അവർ ഭീഷണി നേരിട്ട് അവരുടെ വിശ്വാസത്തിനെല്ലാം സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചേർത്ത് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഇവരുടെ നേരിട്ട് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അവർ വിശ്വാസത്തെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സിൻസിയറിറ്റി, അവരുടെ ഗൗരവത്തെ, അവരുടെ ധീരതയെ, അവരുടെ ആത്മീയമായ ഉയർച്ചയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നുണ്ട്. അത് നോക്കുക ഏതൊക്കെ രീതിയിലാണ്. നമ്മൾ നേരത്തെ പരാമർശിച്ച ഖൗല ബിൻത് സാലബിന്റെ അവരുടെ ആവലാതിയെ അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അത് പരിഗണിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അള്ളാഹു ഈ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറ മുംതനയിൽ പറയുന്നുണ്ട്. അവരതിൽ വിജയിക്കുകയാണെങ്കിൽ അവരെ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു വിശ്വാസം ആണിനെ മാത്രമല്ല പെണ്ണിനും ഒരുപോലെയാണെന്നും അവർ രണ്ടുപേരും ആ വിശ്വാസത്തിൽ സിൻസിയറിറ്റി, ഇഖ്ലാസ് പുലർത്തേണ്ടതുണ്ടെന്നും അത് ആണും പെണ്ണും ഒരുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ വളരെ ഇൻഡിപെൻഡന്റ് ആയ ഒരു പൊസിഷൻ നൽകി അംഗീകരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹു നമുക്കറിയാം സൂറത്തുൽ അഹ്സാബിൽ ഏറ്റവും സുന്ദരമായ ആയത്തുകളിൽ ഒന്നാണല്ലോ അൽ മുസ്ലിമീന വൽ മുസ്ലിമാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന സൂറത്ത്. ആ സൂറത്തിൽ വിശ്വാസി എന്ന് പറയുന്ന ഭാഗത്ത് അത് ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കുക, അതായത് ചില സഹാബി വനിതകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ആണുങ്ങൾക്ക് മാത്രമാണല്ലോ, അപ്പൊ ഞങ്ങൾക്കും ഇല്ലേ പുണ്യം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്,
ആണുങ്ങളായ വിശ്വാസികളും സ്ത്രീകളായ വിശ്വാസികളും. വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാന്റെ നിറകുടങ്ങളായ ആണും പെണ്ണും. വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അതായത് ഭക്തരായ ആണും പെണ്ണും. അതുപോലെ തന്നെ വസ്സാദിഖീന വസ്സാദിഖാത്ത്, സിദ്ഖ് സത്യസന്ധത പുലർത്തുന്ന ആണും പെണ്ണും. വസ്സാബിരീന വസ്സാബിറാത്ത്, സ്വബ്ർ പുലർത്തുന്ന ആണും പെണ്ണും. വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഭയം, ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ള ആണും പെണ്ണും. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖകൾ ജീവിതത്തിൽ സമർപ്പിക്കാൻ കഴിയുന്ന ആണും പെണ്ണും. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന ആണും പെണ്ണും. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, സ്വന്തം ലൈംഗികാവയവത്തെ അതായത് മൊറാലിറ്റിയെ സംരക്ഷിക്കുന്ന ആണും പെണ്ണും. വദ്ദാകിരീന വദ്ദാകിറാത്ത്, വദ്ദാകിരീന അല്ലാഹു കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആണും പെണ്ണും. ഇവർക്കെല്ലാവർക്കും ഒരുപോലെയാണ് അള്ളാഹു അഅദ്ദലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമ, ഇവർക്കെല്ലാവർക്കും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു. വളരെ സുന്ദരമായ ആയത്താണ് സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ. ഇവിടെ അള്ളാഹു ഒരുപോലെയാണ് അവർക്ക് എല്ലാ പുണ്യം ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കുക, ഈ ആയത്തിൽ അവരുടെ ഇസ്ലാമിനെ, മുസ്ലിം അവരുടെ ഈമാനിനെ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖാനിതീൻ എന്ന് പറയുന്ന അവരുടെ ഈ ഒബീഡിയൻസിനെ, അനുസരണത്തെ, അവരുടെ സിദ്ഖിനെ, അവരുടെ സ്വബറിനെ, അതുപോലെ തന്നെ അവരുടെ ഖുശൂഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മുതസദ്ദിഖീൻ എന്ന രീതിയിൽ സ്വതക്ക നൽകുന്ന ആണും പെണ്ണിന്റെയും ഉള്ള വാല്യൂവിനെ അള്ളാഹു അംഗീകരിക്കുന്നു. നോമ്പെടുക്കുന്ന സൗമിനെ അള്ളാഹു അംഗീകരിക്കുന്നു. ഈ ഹിഫ്ളു ഫുറൂജഹും എന്ന പേരിൽ സ്വന്തം ധാർമ്മികത സംരക്ഷിക്കുന്നവരെ അള്ളാഹു അംഗീകരിക്കുന്നു. അള്ളാഹുവിനെ ഓർക്കുന്നവർ ദാക്കിരീൻ എന്ന പേരിൽ അള്ളാഹു വിക്ർ ചെയ്യുന്നവരെ അള്ളാഹു, ഇങ്ങനെ ഓരോ 10 പുണ്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് ഒരേ പൊസിഷനിലാണ് ആണും പെണ്ണും എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബി വനിതകളെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹിജ്റ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അവിടെ നമുക്ക് ഹിജ്റയുടെ പ്രാധാന്യം നമുക്ക് കാണാം. അതായത് ഒരു ആണ് യാത്ര ചെയ്യുന്നത് പോലല്ല ഒരു പെണ്ണ് അന്നത്തെ കാലത്ത് യാത്ര ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവചനം കൂടാണല്ലോ, സന്ന മുതൽ ഹദറ മൗത്ത് വരെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്നൊക്കെ പറഞ്ഞ പ്രവചനം വരാനുള്ള മെയിൻ കാരണം എന്ന് പറയാൻ കാരണം, അന്നത്തെ പരിതസ്ഥിതിയിൽ ഒരു പെണ്ണിന് യാത്ര ചെയ്യാൻ, സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും അള്ളാഹുവിനും റസൂലിനും ദീനിനും ഈമാനിനും ഇസ്ലാമിനും ഒക്കെ വേണ്ടി ഹിജ്റ ചെയ്യാൻ തയ്യാറായ സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആല ഇംറാനിലെ 195-ാമത്തെ ആയത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് കാണാം. ആലോചിച്ച് നോക്കുക, അത്രത്തോളം പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്നുണ്ട്. ഹിജ്റ എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു വിഷയമല്ല, അത്രയും വലിയൊരു വിഷയമായിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് അവിടെ ഖുർആനിൽ അവരുടെ ഒരു മഹത്വം അള്ളാഹു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അവരുടെ യാത്രകളെ, അവരുടെ പുണ്യത്തെ അള്ളാഹു പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് അവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ, അവരുടെ ഈ എറ്റേണലായി ഈ ലോകത്തും പരലോകത്തും ആരാണോ പണിയെടുക്കുന്നത് അവർക്ക് ഒരുപോലായിരിക്കും അവരുടെ പ്രതിഫലം ഉണ്ടാവുക. സൂറത്തുൽ നഹ്ലിലെ 97-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പറയുന്നുണ്ട്. അതായത് അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്നത് ആണ് പെണ്ണ് വേർതിരിവില്ലാതെ നന്മ ചെയ്യുന്നവർക്കുള്ളതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനോട് കരാറ് പൂർത്തീകരിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കും. അത് സൂറത്തുൽ മുംതനഹിൽ നമ്മൾ വിശ്വാസികളായ സ്ത്രീകൾ ഹിജ്റ ചെയ്തു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഭാഗമാണ് മുംതനയിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അവിടെയും അവരുടെ കരാറുകളെ അള്ളാഹു സ്വീകരിക്കുന്നു എന്ന രീതിയിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു അവരുടെ ഈ വിശ്വാസി വനിതകളായ സ്വഹാബികളുടെ ജീവിതത്തെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റി, വഹീന്റെ അടിസ്ഥാനമായി മാറ്റി. അതാണ് ഖൗല ബിൻത് സാലബിന്റെ സംഭവം നമ്മൾ പറഞ്ഞത്. ഉമ്മു കുൽസുമിന്റെയും അതേപോലെ സുബയ്യ അൽ അസ്ലമിയ എന്നൊക്കെ പറയുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ട, ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഇവരുടെ അനുഭവങ്ങളെ വഹീന്റെ സോഴ്സാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ, ഇവർ എക്കാലത്തും നമ്മൾ ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും ഇവരുടെ പേരുകൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന തരത്തിലേക്ക് അത്രത്തോളം അള്ളാഹു അവരെ പരിഗണിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവരുടെ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു ഇതിന്റെ
പ്രത്യേകത എന്ന നിലയിൽ പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അള്ളാഹു ഇത്രത്തോളം പരിഗണന ആണായാലും പെണ്ണായാലും കൊടുക്കുന്നത്? കാരണം അള്ളാഹു അവർക്കുള്ള സ്ഥാനം പറയുന്നത് വെറുതെയല്ല. السابقون الأولون من المهاجرين والأنصار والذين اتبعهم بإحسان رضي الله عنهم ورضوا عنه. സൂറ തൗബയിലെ 100-ാമത്തെ ആയത്തിൽ മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും ആദ്യത്തവരായ മുൻകടന്നവരുമായ സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നു വന്നവരും അള്ളാഹു അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തു? തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരും അള്ളാഹുവിനെ കുറിച്ചും അങ്ങോട്ടും തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ആണായാലും പെണ്ണായാലും നമ്മൾ സ്വഹാബികളെ കുറിച്ച് പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അത് ഇവിടെയാണ് അതുമായി തന്നെ ബന്ധമുള്ളത്. അതായത് ഒരു മഹാജിറുകളായ ഒരു ഫാമിലി, ഒരാണായാലും പെണ്ണായാലും അൻസാരികളിലേക്ക് എത്തുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യുവാൻ ഒരു കുടുംബത്തിന് കഴിയണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആണും പെണ്ണും ഒരുപോലെ അള്ളാഹുനും റസൂലും കീഴ്വണങ്ങുന്നവരായിരിക്കണം. നമുക്കറിയാം എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന വലിയൊരു ലോകത്തെ ഏറ്റവും വലിയൊരു കോൺഫ്ലിക്റ്റിനെ വളരെ സുന്ദരമായി കൈകാര്യം ചെയ്തത്. അവിടെ പലായനം ചെയ്തു വന്ന പലർക്കും അൻസാരികളായ സഹാബികളുടെ വീട്ടിലേക്ക് താമസം ഒരുക്കി കൊടുക്കുകയാണല്ലോ ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ താമസം ഒരുക്കി കൊടുക്കണമെങ്കിൽ അൻസാരികളായ ആണും പെണ്ണും ഭാര്യയും ഭർത്താവും ഒരുപോലെ മനസ്സുകൊണ്ട് ഈമാൻ ഉള്ളവരാവണം, ഒരുപോലെ ഏറ്റവും നല്ല ആതിഥേയരായി മാറണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരികളെയും കൂടി ഹിജ്റയുടെ കാര്യത്തിൽ ചേർത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ ഈമാനിനെ എത്രത്തോളം നോക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ജീവിതത്തോടുള്ള ഈ മുഹാജിറുകളായ ഇമിഗ്രന്റുകളായ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് കടന്നു വന്ന വിശ്വാസികളുള്ള അവരുടെ ആ ഒരു നല്ല മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയും അൻസാരികളായ ആൾക്കാരെയും അള്ളാഹു അങ്ങോട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയുമ്പോൾ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വീട്ടിലെ ആ വീടുകളിലെ സ്ത്രീകളെ കുറിച്ചിട്ടും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു ഈ സഹാബി വനിതകളുടെ ഏജൻസികളെ എങ്ങനെയൊക്കെയാണ് അള്ളാഹു പരിഗണിച്ചിരിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ഒരേ ഉദാഹരണങ്ങളാണെങ്കിൽ പോലും ഇതിൽ നിന്ന് വ്യത്യസ്ത പോയിന്റുകൾ നമുക്ക് ഉദ്ധരിച്ചെടുക്കുവാൻ പറ്റും. സഹാബി വനിതകളെ, അവരുടെ ഏജൻസികളെ അള്ളാഹു അംഗീകരിച്ചിരിക്കും നമുക്ക് കാണാം. അവരുടെ ചോദ്യങ്ങളെ, അവരുടെ മൈഗ്രേഷൻസ്, അവരുടെ ചർച്ചകളെ, നീതിയോടുള്ള അവരുടെ സമീപനത്തെ അള്ളാഹു അവരെ കേൾക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ വാക്കുകളെ അംഗീകരിക്കുവാൻ അള്ളാഹുവിന് കഴിയുന്നത് നമുക്ക് കാണാം. അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന അള്ളാഹുവിനെ നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ വളരെ വ്യത്യസ്തമായ വിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ അംഗീകരിക്കുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് കാണുവാൻ പറ്റും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സൂറ മുജാദിലയിലും മുംതഹനയിലും അടക്കമുള്ള സൂറത്തുകളിലാണ് സെയിം സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഈ പോയിന്റുകൾ അതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു അവരുടെ കരാറുകളെ, നിയമപരമായ തെരഞ്ഞെടുപ്പുകൾ അള്ളാഹു സ്വീകരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് നേരിട്ട് സംസാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയുന്ന ആയത്ത് പോലെ ഒരു ആണിനെ പെണ്ണിനെ മാറ്റി നിർത്തിക്കൊണ്ടതിനേക്കാളും അപ്പുറം നേരിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ അള്ളാഹു അവരുടെ കരാറുകളെ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തെ, അവരുടെ അനുഭവങ്ങളെ നിയമത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അള്ളാഹു ഇവരോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ നോക്കുക. അതും കൂടി നമ്മുടെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് അവരുടെ ചിന്തകൾ, വികാരങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ പരിഗണന കൊടുക്കേണ്ടവർ എന്നതിനേക്കാളും അപ്പുറം, നമ്മൾ പരിഗണന എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്തോ ഒരു ഔദാര്യം കൊടുക്കുന്നു എന്നതുപോലാണല്ലോ. അല്ല, അവകാശം എന്നത് ചോദിച്ചു വാങ്ങേണ്ടതാണ് എന്ന് അള്ളാഹ് തന്നെ നമ്മളോട് പഠിപ്പിച്ചതാണ്. അവകാശങ്ങൾ കൊടുക്കേണ്ടവൻ കൊടുക്കണം, വേണ്ടവൻ ചോദിച്ചു വാങ്ങണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ നമ്മളോട് അള്ളാഹ് തന്നെ പറയുന്നത്. ആവശ്യപ്പെടാൻ നമ്മളോട് അള്ളാഹ് തന്നെ പറയാൻ കാരണം നമുക്കിടയിൽ വേറൊരു മധ്യവർത്തിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി. അതാണല്ലോ തൗഹീദിന്റെ അടിസ്ഥാനം. അപ്പോൾ ആരാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതെല്ലാം അള്ളാഹുവിന് വളരെ ഇമ്പോർട്ടന്റ് ആയ, സിഗ്നിഫിക്കന്റ് ആയ ഒരു വസ്തുതയെ അള്ളാഹു കാണുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ പരാമർശിക്കുന്നതിലൂടെ, അവരെ ചർച്ച ചെയ്യുന്നതിലൂടെ പൊതു സമൂഹത്തിനുള്ള അന്ത്യനാൾ വരെയുള്ള നിയമങ്ങളുടെ രൂപീകരണത്തിന് അത് കാരണമായി മാറുന്നു. അവരാരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്താൽ, ഒരു വിജ്ഞാനം അന്വേഷിച്ചു വന്നാൽ
അതിനെ അനുമോദിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലും പറയുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം, ഖുർആനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ എൻകറേജ് ചെയ്യുന്നതായി, പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരി സ്ത്രീകളെ വല്ലാതെ അനുമോദിച്ചിരുന്നു. നാണം അവരെ ജ്ഞാനം സമ്പാദിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടില്ല. അതായത് ഏത് ചെറിയ വളരെ മോറലായ, അതുപോലെ തന്നെ വൈവാഹിക ദാമ്പത്യ വിഷയത്തിലാവട്ടെ, ശാരീരികമായ പ്രശ്നങ്ങളിലാവട്ടെ, എന്തിലാണെങ്കിലും പോലും ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് വന്ന് ചോദിക്കുന്ന, ദീനി അറിവ് നേരിടുന്ന അൻസാരി സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനമായും അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്തതായിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിലുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ആത്മീയമായിട്ടുള്ള അള്ളാഹുവിനുള്ള അടുപ്പത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ വേണ്ട രീതിയിൽ അനുമോദിക്കുകയും ചെയ്യുന്നതും നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഈ തരത്തിൽ വിവിധ രീതികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇഖ്ലാസിനെ, അവരുടെ ധൈര്യത്തെ, അവരുടെ വിശ്വാസത്തെ അള്ളാഹു പരിഗണിക്കുകയും വേണ്ടത്ര രീതിയിൽ അനുമോദിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം. ആലോചിച്ച് നോക്കുക, സൂറ മുജാദില തന്നെ, സൂറ മുംതഹന, ഈ രണ്ട് സൂറത്തുകളും പ്രധാനപ്പെട്ട സൂറത്തുകളാണ്. നമ്മൾ കഴിഞ്ഞകാല ക്ലാസ്സുകളിൽ വിശദീകരിച്ച പോലെ സൂറ തഹ്രീമും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സൂറ ത്വലാഖ്, ഇത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ സഹാബി വനിതകളെ കൂടുതൽ പഠിപ്പിക്കാൻ വന്ന സൂറത്താണല്ലോ. സൂറ ത്വലാഖിൽ എങ്ങനെ ത്വലാഖ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് സൂറ ത്വലാഖ് വന്നത്. ആദ്യകാല വിശ്വാസികളായ ആ സഹാബി വനിതകളുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് സൂറ ത്വലാഖ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കുക. അതായത് ഒരു സ്ത്രീയുടെ ഒരു ആവലാതിയെ പരിഗണിച്ചുകൊണ്ടാണ് സൂറ മുജാദില പോലുള്ള സൂറത്ത് അവതരിച്ചത് പോലും. സൂറ ത്വലാഖും സൂറ മുംതഹനയും ഒക്കെ സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനാണ് അത് അവതരിച്ചത് പോലും. നമുക്ക് അത്രത്തോളം അതിന്റെ ഒരു പ്രാധാന്യം കാണാൻ പറ്റും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അതോറിറ്റിയെ, സ്വഹാബി വനിതകളുടെ അതോറിറ്റി അംഗീകരിക്കുന്നത് കാണാം. അത് ധാർമ്മികമാവട്ടെ, ആത്മീയമാവട്ടെ, നിയമപരമാവട്ടെ, ഭൗതികമാവട്ടെ, സാമൂഹ്യപരമായ വിഷയങ്ങളുടെ അതോറിറ്റി ആവട്ടെ, എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അംഗീകരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. അവരെ നീതി അന്വേഷിക്കുന്ന കാര്യത്തിലും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ഇടപെടുന്ന കാര്യത്തിലുമെല്ലാം അള്ളാഹു അവരുടെ അതോറിറ്റി അംഗീകരിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഈ അതോറിറ്റി അംഗീകരിക്കുക, അവരുടെ സ്ഥാനത്തെ, അവരുടെ എൻറ്റിറ്റി അംഗീകരിക്കുന്നത് നമുക്കറിയാം ശരീഅത്തിന്റെ പ്രധാന ഭാഗമായി മാറി. ഉസൂലുൽ ഫിഖ്ഹിൽ കുറച്ച് ഹിഫ്ളുമായി ബന്ധപ്പെട്ട, സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട് ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ. അതിലൊന്ന് ഹിഫ്ളുദ്ദീൻ എന്നുള്ളതാണ്. ദീനിന്റെ സംരക്ഷണം, അത് ആണായാലും പെണ്ണായാലും ദീനിന്റെ എന്ത് ദീനാണോ ആ ദീനിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തൽ ശരീഅത്തിന്റെ അടിസ്ഥാനമാണ്. അതിന് വിരുദ്ധമായി നിയമം ഉണ്ടാവാൻ പാടില്ല. ഹിഫ്ലു നഫ്സ്, ശരീരത്തിന്റെ സംരക്ഷണം, ആണായാലും പെണ്ണായാലും. അതുപോലെ ഹിഫ്ലുൽ അഖ്ൽ, ബുദ്ധിയുടെ സംരക്ഷണം. അതുപോലെ തന്നെ ഹിഫ്ലുൽ മാൽ, ധനത്തിന്റെ സംരക്ഷണം. അതുപോലെ തന്നെ ഹിഫ്ലുൽ നസ്ല്, കുടുംബത്തിന്റെ സംരക്ഷണം. അതുപോലെ തന്നെ ഹിഫ്ലുൽ ഐറദ്, അഭിമാനത്തിന്റെ സംരക്ഷണം. അതുപോലെ ഹിഫ്ലുൽ അദ്ല്, നീതിയുടെ സംരക്ഷണം എന്നിങ്ങനെ നമുക്ക് ഫിഖ്ഹിൽ ഫുഖഹാക്കൾ എണ്ണി പറയുന്നത് കാണാം. അവിടെയെല്ലാം ആണിന്റെ എന്ന സംരക്ഷണത്തെ കുറിച്ചല്ല, ആണായാലും പെണ്ണായാലും ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഒരേപോലെയാണ് അവരുടെ മുഴുവൻ ആശയങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ അതിൽ നിന്നുകൊണ്ടാണ് ഈ ഇൻഹെറിറ്റൻസിനെ പോലുള്ള, ഫാമിലി പോലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച വരുന്നത്. സൂറത്ത് നിസായിൽ ആദ്യം മുതൽ അവസാനം വരെ നല്ലൊരു ശതമാനം ഭാഗത്തോളം നമുക്കറിയാം അത് ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട, അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ. ഏത് പശ്ചാത്തലത്തിലാണ് അത് വരുന്നത്? സഹാബി വനിതകളെ ഓഡിയൻസ് ആയിട്ട് നിർത്തിക്കൊണ്ടാണല്ലോ അത് വരുന്നത്. അതായത് ആ ഇടക്കാലത്തോളം അനന്തരാവകാശം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ലാതിരുന്ന, ഫാമിലി നിയമങ്ങൾ ഇല്ലാതിരുന്ന, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഇല്ലാതിരുന്ന ഒരു സംവിധാനത്തിൽ സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ ആദ്യത്തെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സ്വഹാബി വനിതകളായിരുന്നു എന്നതും കൂടി നമ്മൾ ചേർത്ത് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഉണ്ടായത്? കാരണം അവരുടെ അന്വേഷണങ്ങളിലൂടെയും അവരുടെ ആവലാതികളിലൂടെയും അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും അള്ളാഹു ആയത്തിറക്കിയത് കൊണ്ടാണ് ഈ ഇന്നത്തെ ശരീഅത്തിന്റെ ഒരു രൂപകൽപ്പനയിലേക്ക്
രൂപകൽപ്പനയ്ക്ക് അവരുടെ ഈ ചിന്തകളും ആവലാദികളും ഉപകാരപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന് പറയുന്ന ചർച്ച. ഇസ്ലാമിക പൊളിറ്റിക്കൽ ഫിലോസഫി ഒക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ സ്ത്രീകളുടെ പബ്ലിക് റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട ചർച്ച. അവിടെ എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് വലിയ സംശയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരുത്തിക്കൊണ്ട് സൂറ തൗബയിലെ 71-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. 71-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഷയം, വിശ്വാസികളുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അംർ ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകറുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നത് കാണാം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാ ബഅദിൻ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാത്ത വയുതൂന അസ്സകാത്ത വയുതിഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ കാന അസീസുൻ ഹകീം. സത്യവിശ്വാസികളും വിശ്വാസിനികളും ആവട്ടെ, അവരിൽ ചിലർ പരസ്പരം ബന്ധുമിത്രങ്ങളാവുന്നു. അവർ സദാചാരം കൊണ്ട്, മഅറൂഫ് കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെക്കുറിച്ച്, മുൻകറിനെ കുറിച്ച് വിരോധിക്കുകയും ചെയ്യുന്നവരാവുന്നു. അവർ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുന്നു. അക്കൂട്ടർക്ക് അള്ളാഹു വഴിയെ കരുണ ചെയ്യുന്നവനാണ്. നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധ ജ്ഞാനവും ഉള്ളവനാണ്. അവിടെ ഈ ആയത്തിൽ തന്നെ നോക്കുക, അംർ ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒരുപോലെ വിധിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏതൊക്കെ മേഖലയിൽ എന്ന് പറയുന്ന അവരുടെ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ പോലും സാധ്യമാവുന്ന അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ സാധ്യത പറയുമ്പോൾ റബ്ബാനിയീൻ, അള്ളാഹുവിന്റെ റബ്ബാനി ആയി മാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് ആണിനോടല്ല, പെണ്ണായ, അതായത് ബിമാ കുന്തും തദ്റുസൂനൽ കിതാബ് എന്ന് പറയുന്നത്, അതായത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാനികളായി മാറുക എന്ന് പറയുമ്പോൾ അവിടെ ആരോടാണ് പറയുന്നത്? ആണിനോടല്ല, ആണിനോടും പെണ്ണിനോടും ഒരുപോലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് ആർക്കാണ് സ്ഥാനമുള്ളത്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. സൂറ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവിടെ ആണ് പെണ്ണ് എന്ന് പറയുന്ന ഒരു വ്യത്യാസങ്ങളെക്കാളും അപ്പുറം പെണ്ണിനാണ് അള്ളാഹുവിന്റെ അടുത്ത് ആ തഖ്വയുള്ളവരാരോ അവർക്കാണ് അള്ളാഹുവിന്റെ അടുത്ത് ആദരവുള്ളതെന്ന് അള്ളാഹ് പറയുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സൂറ ഹുജറാത്ത് എന്ന് പറയുന്നത് അന്നത്തെ മുസ്ലിം സമൂഹത്തെ ഏറ്റവും നല്ല ഒരു സോഷ്യൽ ഓർഡർ പഠിപ്പിക്കുവാൻ വേണ്ടി അവതരിച്ച സൂറത്താണ്. അതായത് സ്വഹാബി വനിതകളെ പ്രത്യേകം മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്നു. ആ സൂറത്തിൽ തന്നെയാണ് ഗൈബ്, അത് അവിടെ തന്നെയാണ് ഗൈബത്ത് നമീമത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ, പരിഹസിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും ആണിനെയും പെണ്ണിനെയും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നു. കാരണം അതൊക്കെയും ആദ്യത്തെ ഓഡിയൻസ് എന്ന നിലയിൽ സഹാബി വനിതകളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതായത് എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അവരുടെ ഒരു സെൽഫ് ഡിറ്റർമിനേഷനെ അള്ളാഹു അംഗീകരിക്കുന്നു, അവരുടെ ഏജൻസി അള്ളാഹു അംഗീകരിക്കുന്നു, അവരുടെ അതോറിറ്റി അള്ളാഹു അംഗീകരിക്കുന്നു. പക്ഷെ അതൊക്കെയും അക്കൗണ്ടബിൾ ആണ് എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സംസാരിക്കുന്നത്. നമ്മളിവിടെ അതോറിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് വന്ന പിൽക്കാല ഫിഖ്ഹിൽ രൂപപ്പെട്ട അധികാരവുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചിട്ടല്ല, ഒരു വ്യക്തിഗതമായ ഒരു അതോറിറ്റി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ചർച്ചയാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സ്ത്രീകളുടെ മഹത് വനിതകളായ സ്വഹാബി വനിതകളുടെ അവരുടെ എൻറ്റിറ്റിയെ, അവരുടെ ഉണ്മയെ, അവരുടെ ഐഡന്റിറ്റിയെ, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ അക്കൗണ്ടബിലിറ്റിയെ, അതുപോലെ തന്നെ അവരുടെ ഏജൻസി, അവരുടെ അതോറിറ്റിയെ, അവരുടെ റെപ്രസെന്റേഷനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പരാമർശിക്കുകയും അതിന് പ്രത്യേകം അനുമോദനം നൽകുകയും അവരിൽ അള്ളാഹു തൃപ്തനാണ് എന്ന് പറയുകയും ചെയ്യുന്നു. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി എന്നൊക്കെ പറയുമ്പോൾ ഇത് ആണിനോട് മാത്രമല്ലല്ലോ, പെണ്ണിനോടും കൂടി ചേർത്താണ് പറയുന്നത്. ഇതൊക്കെയും ആദ്യത്തെ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ സ്വഹാബി വനിതകളുടെ സ്ഥാനത്തെയും കൂടി എടുത്ത് പറയുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ സ്വഹാബി വനിതകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ, ഏതെങ്കിലും ചെറിയൊരു കാര്യങ്ങളിൽ ഒതുക്കപ്പെടേണ്ടതല്ല.
പരിശുദ്ധ ഖുർആനിൽ അവരെ വളരെ ഇൻഡിപെൻഡന്റ് ആയ, വളരെ സ്വതന്ത്രരായ വിശ്വാസികളായി അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നുണ്ട്. അവർ എല്ലാവരും ആണിനെ പോലെ തന്നെ, സ്വഹാബി പുരുഷന്മാരെ പോലെ തന്നെ ധാർമ്മികതയുടെ ഒരു വക്താക്കളായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അംഗീകരിക്കുന്നു. നീതി തേടി അള്ളാഹുവിനെ എടുത്തു വന്ന ഒരു സ്വതന്ത്ര വ്യക്തിത്വങ്ങളായി അള്ളാഹു അവരെ അംഗീകരിക്കുന്നു. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം ആണിനെ പോലെ തന്നെ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തിയവരായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബി വനിതകളെ അംഗീകരിക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ശരീഅത്തിന്റെ അവരുടെ ലീഗൽ പ്രോസസ്സിന്റെ ഒരു പ്രധാന ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്തവരെന്ന നിലയിൽ സ്വഹാബി വനിതകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമോദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ആയത്തിറക്കിയ ഒരു സാഹചര്യമുണ്ടല്ലോ, ആ തരത്തിലൊരു ദൈവികമായ ഒരു കണക്ഷൻ, ഒരു ബന്ധം രൂപപ്പെടുന്നതിലും സ്വഹാബി വനിതകൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ അവരെ, ആ ഒരു സമൂഹത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് എന്റെ തലമുറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആ തലമുറയിലെ സ്വഹാബി വനിതകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. നേരിട്ട് അള്ളാഹുവിൽ നിന്ന് ദൈവികമായ സാന്നിധ്യം ലഭിക്കാൻ സാധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കാൻ സാധിച്ച, അള്ളാഹുവിന് വേണ്ടിയും ദീനിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും എല്ലാം പലതരത്തിലുള്ള ത്യാഗസമർപ്പണങ്ങൾ ചെയ്യാൻ സാധിച്ച, അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗം ഉറപ്പുവരുത്തുവാൻ സാധിച്ച വിശ്വാസി വനിതകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പരാമർശിച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥാനത്തിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വനിതകളുടെ ആകുലതകളും അവരുടെ ആശങ്കകളൊക്കെ കൃത്യമായിട്ട് ആയത്തുകളിലൂടെയും നമുക്ക് വ്യക്തമാക്കി തന്ന പല സന്ദർഭങ്ങളും ഇവിടെ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള ടൈമാണ്. നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണിന്ന്. അപ്പോ